നമസ്കാരം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയുടെ ആത്മഹത്യ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം മൂലം അല്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ദുബായിൽ നിന്നും ബംഗളൂരിലേക്ക് എത്തിയത്. കാരണം SIT കണ്ടെടുത്ത 9 പേജുള്ള ആത്മഹത്യാ കുറിപ്പിൽ വ്യക്തമായി തന്നെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: എന്നെ സ്നേഹിക്കുന്നവർ എനിക്ക് മാപ്പ് നൽകണം. കൂടെ നിൽക്കുന്ന വിശ്വസ്തരായ ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും തന്റെ മരണശേഷം തഴയരുത് എന്ന പ്രത്യേക അഭ്യർത്ഥന ബിസിനസ് പിൻഗാമി ആര് എന്ന് കൃത്യമായി തന്നെ നിർദ്ദേശം അതിൽ നൽകുന്നുണ്ട്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ CJ റോയുടെ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ നീക്കാൻ വഴിത്തിരിവാകുന്ന കുറിപ്പാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങേയറ്റം വൈകാരികവും എന്നാൽ കൃത്യമായ പ്ലാനിങ്ങോടെയും തയ്യാറാക്കിയ കത്തിലെ വിവരങ്ങൾ പുറത്തു വന്നതോടെ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. 9 പേജുള്ള കുറിപ്പാണെന്നാണ് സൂചന. താൻ ഈ കടുങ്കൈ ചെയ്യുന്നത് എന്തിനാണെന്ന് വ്യക്തമാക്കാതെ തന്നെ കുടുംബത്തോട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ടാണ് കുറിപ്പ് തുടങ്ങുന്നത്. വിദേശ സംരംഭങ്ങളിൽ തിരിച്ചടി നേരിട്ടെന്ന് ഡയറിക്കുറിപ്പിൽ റോയ് എഴുതിയിരിക്കുകയാണ്. പണം തരാനുള്ളവരുടെ പേര് വിവരങ്ങളും ഡയറിയിലുണ്ട്. CJ റോയുടെ അഭാവത്തിൽ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചുക്കാൻ ആര് പിടിക്കണം എന്നതിനെക്കുറിച്ച് കുറിപ്പിൽ വ്യക്തമായി നിർദ്ദേശങ്ങളുണ്ട്. ബിസിനസ് ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ വിഭജിക്കണം, ആരെയൊക്കെ ചുമതലപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങൾ ഒരു നയരേഖയിൽ എന്ന പോലെ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കാനുള്ള പണത്തെക്കുറിച്ചും നൽകാനുള്ള സാമ്പത്തിക ബാധ്യതകളെക്കുറിച്ചും കത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതിനു മുമ്പ് നൽകിയ ഒരു അഭിമുഖത്തിൽ തന്റെ സാമ്പത്തിക രഹസ്യങ്ങളും ഇടപാടുകളും ഭാര്യയ്ക്ക് അറിയാമെന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. ആദായ നികുതി ഉദ്യോഗസ്ഥർ റെയ്ഡിനായി എത്തിയത് ജനുവരി 30-നായിരുന്നു. ഇതിനിടെ 11 മണിയോടെ റെയ്ഡ് പ്രശ്നമാകുന്നുവെന്ന് വ്യക്തമാക്കി ടു മച്ച് ട്രബിൾ എന്ന് വിദേശത്തുള്ള തന്റെ സഹോദരൻ ബാബു റോയ്ക്ക് CJ റോയ് സന്ദേശം അയച്ചതായി വിവരമുണ്ട്. ഇതിന് പിന്നാലെയാണ് റോയ് ജീവനൊടുക്കിയത് എന്നാണ് സൂചന. കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യ ചെയ്ത റോയുടെ കമ്പനിക്കെതിരെയുള്ള നടപടികൾ മുൻ IT ഉദ്യോഗസ്ഥർ വിവരിക്കുന്നത്. അവർ പറയുന്നത് കഴിഞ്ഞ ഡിസംബർ മാസമാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിനെതിരെ റെയ്ഡ് ആരംഭിക്കുന്നത്. കേരളത്തിലെ മറ്റ് 3-4 റിയൽ എസ്റ്റേറ്റ് കമ്പനികൾക്കെതിരെയും സെർച്ച് ആരംഭിച്ചിരുന്നു. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒരു സെർച്ച് ആരംഭിക്കുന്നത് അവരുടെ ടാക്സിനെ കുറിച്ച് വ്യക്തമായി പഠിച്ചിട്ടാണ്. കൊച്ചിയിലെ ആദായ വകുപ്പാണ് സെർച്ച് നിലപാടുകൾ എടുത്തത്. എന്നാൽ അവരുടെ കമ്പനി രജിസ്റ്റർ ചെയ്തത് ബംഗളൂരിലും. അവർ കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് കേരളത്തിലുമാണ് എന്നതാണ് ഇതിന്റെ പ്രത്യേകതയും. എന്നാൽ രജിസ്റ്റർ ബാംഗ്ലൂർ ആണെന്നും കേരളത്തിലെ ആദായ വകുപ്പിന് നടപടികൾ തുടരാൻ പാടില്ല എന്നും പറഞ്ഞ് റിട്ട് ഫയൽ ചെയ്യുന്നു. മറുപടി വന്നത് ഇൻകം ടാക്സിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ഓൾ ഇന്ത്യ ലെവലിൽ സെർച്ചിന് അധികാരമുണ്ട് എന്നാണ്. അതോടെ പെറ്റീഷൻ കോൺഫിഡന്റ് കമ്പനി തന്നെ വിഡ്രോ ചെയ്യുന്നു. അതിനുശേഷം ഡിസംബർ 3 മുതൽ 8 വരെയാണ് സെർച്ച് നടക്കുന്നത്. ആ സമയം അദ്ദേഹം ഹാജരായില്ല. സെർച്ച് കഴിഞ്ഞിട്ടും പല സ്റ്റേറ്റ്മെന്റും കിട്ടാനുണ്ടായിരുന്നു. സീൽ ചെയ്തതിന്റെ വാലിഡിറ്റി തീരുന്നതിന് മുന്നേ അദ്ദേഹത്തോട് വരാൻ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് സൗകര്യപ്രദമായ സമയത്ത് വരാനാണ് കൊച്ചിയിലെ ആദായ നികുതി വകുപ്പ് പറഞ്ഞത്. 28-ന് റോയ് വരികയും വളരെ സൗഹൃദപരമായി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. 29-ന് അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയും തീരാത്തത് കൊണ്ട് ഒരു ദിവസം കൂടി എടുക്കുകയും ചെയ്തു. പറഞ്ഞ പോലെ 30-ാം തീയതി അദ്ദേഹം ഓഫീസിൽ വരികയും ഗ്രൗണ്ട് ഫ്ലോറിൽ പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥരെ കാണുകയും ഞാൻ മേലെ പോയി വരാമെന്ന് പറഞ്ഞ് മുകളിലേക്ക് പോവുകയും ചെയ്തു. മുകളിലത്തെ സ്റ്റാഫിനോട് പറഞ്ഞു എനിക്ക് കുറച്ചു നേരം റെസ്റ്റ് എടുക്കണമെന്നും ആരും ഇങ്ങോട്ട് വരണ്ട എന്നും പറഞ്ഞു. അദ്ദേഹം അതിനുള്ളിൽ വെച്ച് വാതിലടച്ച ശേഷമാണ് സ്വയം നിറവൊഴിച്ചത്. അദ്ദേഹം വന്നു പോകുമ്പോൾ ദേഹപരിശോധന നടത്താനുള്ള പ്രോസസ് ആയിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ആ രീതിയിലുള്ള പ്രോസസ്സിംഗ് ആയിട്ടല്ല ഉദ്യോഗസ്ഥർ പോയിട്ടുള്ളത്. ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്. ഇതാണ് മാധ്യമങ്ങളടക്കം ഇൻകം ടാക്സിന്റെ തലയിലേക്ക് കുറ്റം ചാർത്താൻ ശ്രമിക്കുന്നത്. കാരണം കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കമ്പനി മലയാള മാധ്യമങ്ങൾക്കടക്കം ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ പരസ്യം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് CJ റോയെ വെള്ളപൂശാനുള്ള ഒരു നീക്കം മാധ്യമങ്ങൾ നടത്തുന്നത്.